السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم أجرا عليه إلا المودة في القربى، ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. صدق الله العلي العظيم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. جل مولاي صل وسلم دائما عبدا على حبيبك خير الخلق كلهم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, വിധികർത്താക്കൾ, എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കൊല്ലത്തിൽ ഒരിക്കൽ നടന്നുകൊണ്ടുവരുന്ന ഇസ്തിഫാ എന്ന പരിപാടിയിലാണ്. ഞങ്ങളിന്ന് എവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹു തആല അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ, ആമീൻ. ഇന്ന് എനിക്ക് അർപ്പിതമായ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമെന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനമുണ്ടാകുന്നത്. അതിനല്ലേ ഞങ്ങൾ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്, അതിനല്ലേ ഞങ്ങൾ സാദാത്തുക്കൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമെന്നത്, നബിയെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ലോകത്തെ ഏത് ദിക്കുമൂലയിലുണ്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമുണ്ടാകും. അവരാണ് ഈ ലോകത്തിലേക്ക് ഏറെ നേതൃത്വം വഹിച്ചു തരുന്നവർ. അവരിൽ നിന്നാണ് ഈ ഉമ്മത്തിന് ഏറെ കാരുണ്യം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സ്നേഹിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു തആല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, അതല്ലേ ഞാൻ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞത്, ഖുൽ ലാ അസ്അലുക്കും അജ്റൻ അലൈഹി ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ വമൻ യഖ്തരിഫ ഹസനതൻ നസിദ് ലഹു ഫീഹാ ഹുസ്നാ ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ മുഅ്മിനീകളെ, ഓ എൻ്റെ ഉമ്മത്തേ, ഞാൻ നിങ്ങളുടെ മുസ്ലിമാക്കിയതിന് വേണ്ടി, അഥവാ ഞാൻ നിങ്ങളുടെ ഹിദായത്തിലാക്കിയതിന് വേണ്ടി, ഞാൻ നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു കൂലിയെയും ചോദിക്കുന്നില്ല, ഒരു ശമ്പളവും ഞാൻ ചോദിക്കുന്നില്ല, ഒരു സഹായവും ഞാൻ ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞുകൊണ്ടുള്ളത്, ഒരു സഹായവും ചോദിക്കുന്നില്ല, ഒരു കാര്യമൊഴികെ. ഏതാണ് ആ കാര്യം? അതാണ് ലോകത്തിൻ്റെ നേതാവ് ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണമെന്നത് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ബാക്കിയാക്കി വെച്ച് പോയ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അഹ്ലുബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സ്നേഹിക്കണം, അത് ഞങ്ങളുടെ ബാധ്യതയാണ്. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് ഏറ്റവും വലിയ പിശുക്കന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, എൻ്റെ പേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പിശുക്കൻ. അതുകൊണ്ട് ഞങ്ങൾ പിശുക്കന്മാരാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലണം. ഹബീബുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമെന്നത് ഈ ലോകത്തുള്ള ഈ കാലത്തുള്ള സാദാത്തുക്കന്മാർ തങ്ങന്മാരാണ്. അവരെ ഇക്കാലത്തുള്ള മുഅ്മിനുകൾ തന്നെ അവരെ എതിർക്കുന്നു. അമുസ്ലിമുകളല്ല, മുസ്ലിമുകൾ തന്നെ അവരെ വിഷമിപ്പിക്കുന്നു, അവരെ സങ്കടപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ വിഷമമാകുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സ്നേഹിക്കണം, അവിടുത്തെ മുഹബ്ബ് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണം. ഞങ്ങൾ ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തെ മേലിലും അവിടുത്തെ സ്വഹാബുകളെ മേലിലും സ്വലാത്ത് ചൊല്ലണം. എപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്ന സമയമാണ് 5 വഖ്ത് നിസ്കാരത്തിലെ അവസാന അത്തഹിയാത്തിലെ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്നീ അത്തഹിയാത്തിലെ 5 വഖ്ത് ഫർള് നിസ്കാരത്തിലെ അത്തഹിയാത്തിലെ 5 പ്രാവശ്യം ഞങ്ങൾ ഓരോ ഫർള് നിസ്കാരത്തിലും ഒരിക്കലെങ്കിലും ഇതിനെ ചൊല്ലാതെ ഞങ്ങളുടെ നിസ്കാരം സ്വഹീഹാവുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.